അതെന്താ പറഞ്ഞു? ഒത്തിരി എന്ന് പറഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്കൊരു ഫോം മേടിക്കാനൊക്കെ അച്ഛനും ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ ഒരുപാട് കഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് ചെറിയൊരു അസുഖമൊക്കെ ആയി അച്ഛനും ജോലിക്ക് പോവാനൊക്കെ. അച്ഛന് ലിവർ സംബന്ധമായ അസുഖം തന്നെയായിരുന്നു. ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു. പിന്നെ ജോലി കുറച്ചു നേരം നിർത്തി വെക്കേണ്ടി വന്നു. പിന്നെ അതിനുശേഷം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല. അല്ല, നമുക്ക് എപ്പോഴും കുറെ കഷ്ടപ്പെട്ടാലാണ് നമുക്ക് കുറച്ച് നല്ലത് വരുന്നത്. അല്ല, ഇപ്പൊ നിങ്ങള് ഈ ഓണത്തിന് ഇപ്പൊ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു? നാട്ടിൽ പോയിട്ട് 3 ദിവസത്തേക്ക് തിരുവോണാട്ടം 3 ദിവസം കഴിഞ്ഞ് പോരും. അവൾക്കും കോളേജിൽ നിന്ന് ചുട്ടി അവധി കിട്ടത്തില്ല. എക്സാമിന് ശനി ഞായർ. നമ്മുടെ ഓണത്തിന് ഇവിടെ വെക്കേഷൻ അല്ല. അല്ല, ഒരു ദിവസം പോലും ഇല്ല. നമുക്ക് വേണമെങ്കിൽ ലീവ് എടുക്കാന്നില്ല. പക്ഷെ എക്സാം ആണെങ്കിൽ അന്ന് ലീവ് എടുക്കാക്കൂല. അവിടെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് നാട്ടിൽ? ഇപ്പൊ എത്ര സ്ഥലം, മറ്റു സൗകര്യങ്ങൾ എന്തൊക്കെയുണ്ടാവും നാട്ടിൽ? ഒരു 2-2.5 ഏക്കർ വസ്തുണ്ട്. റബ്ബറുണ്ട്, അതിൽ പ്ലാന്റേഷൻ, പിന്നെ തെങ്ങുണ്ട്, പിന്നെ പ്ലാവ്, പിന്നെ നമ്മളെ ഈ പരിങ്ങുമാവ്, കശുവണ്ടിയുടെ മറ്റേ ഒരു വീട് വെച്ചത്, പിന്നെ വാഴ കൃഷി, അല്ലറ കൃഷികൾ. പിന്നെ അങ്ങനെ അങ്ങനെ ശല്യം. ഇപ്പൊ ശല്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ശല്യമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. നമ്മളതല്ലാതെ അന്യന്റെ എടുക്കാൻ പറ്റില്ലല്ലോ. അത് മോഷണമായില്ലേ? ഇപ്പൊ ഈ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്വന്തക്കാർ തന്നെ ആവും, അന്യനെ ഉണ്ടാക്കൂല. എന്നാലും സഹായിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ട്. സഹായിക്കാനുള്ള മനസ്സൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പക്ഷെ അവരുടെ അടുത്ത് ഫിനാൻഷ്യലായിട്ട് വളരെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പം വേറെ ആളെ സഹായിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. അപ്പം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കും. ഉള്ളത് ഇത്രയേ ഉള്ളു, എല്ലാം കൊടുക്കാൻ പറ്റില്ലല്ലോ. ചേട്ടൻ്റെ കീഴിൽ 10-68 പേര് പണിയെടുക്കുന്നതാണ്. ശരി. അത് എവിടേക്കാണ് ഈ സ്ഥാപനം ഉള്ളത്? ഈ സ്ഥാപനം എൻ്റെ പണി ഗുജറാത്തിലുണ്ട്. ഗുജറാത്ത്, ത്രൂ ഔട്ട് ഗുജറാത്തുണ്ട്. അതിൽ ബറോഡ, സൂറത്ത്, അങ്കലേശ്വർ, ഹലോൾ, അഹമ്മദാബാദ്, ഇങ്ങനെ പോവും. ഗുജറാത്ത് സ്റ്റേറ്റിൽ. അതെ. റോ മെറ്റീരിയൽ മേടിക്കുന്ന ഞാൻ പിന്നെ രണ്ടാമത് പണി നടക്കുന്ന സ്ഥലങ്ങൾ ആദ്യം പറഞ്ഞു. പൂനെയിലുണ്ട്, പിന്നെ ഇത് അഹമ്മദ്നഗറിലുണ്ട്. മോസ്റ്റ്ലി 95% പണിയും ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനീസിന് വേണ്ടി മാത്രമേ ചെയ്യുകയുള്ളൂ. മറ്റ് ഇന്ത്യൻ കമ്പനികളിൽ വളരെ കുറവാണ്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലായിരുന്നു ആദ്യമേ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം മൾട്ടിനാഷണലിലെ ഷെയർ കൂടുതൽ ഇന്ത്യക്കാർ എടുത്തു തുടങ്ങിയപ്പോൾ ഇപ്പം ഇന്ത്യൻ കമ്പനിയായി കഴിഞ്ഞു തുടങ്ങി. വലിയ വലിയ കമ്പനികൾ ഇത് ബൂട്ട്സ് ഇന്ത്യ, മെറിൻറ്റ്, ഇന്ത്യൻ ഓക്സിജൻ, പിന്നെ അത് ബ്രിട്ടീഷ് ഓക്സിജനായി, സൺ ഫാർമസ്യൂട്ടിക്കൽ, ടാറ്റ ഫാർമ, പിന്നെ ഫൈസർ, ജർമ്മൻ റെമഡീസ്, ഇങ്ങനെയുള്ള കണ്ടമാനം കമ്പനികളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ കോൺട്രാക്റ്റ് എടുത്ത്. അവരെല്ലാം നല്ല സപ്പോർട്ട്സാണ്. എല്ലാവരും സർട്ടിഫിക്കറ്റ്സുകളും ഉണ്ട് എൻ്റെ കയ്യിൽ. നല്ല പണി. അവർ വിളിച്ച് തരികയാണ്. കാരണം പണിയുടെ ക്വാളിറ്റിയും നമ്മൾ മറ്റ് കള്ളത്തരങ്ങൾ ചെയ്യുന്നില്ല. നമ്മൾ ഒറിജിനൽ സാധനങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ ഡീസൻ്റായിട്ട് ചെയ്ത് കൊടുക്കില്ല. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഇത് കോമ്പറ്റീഷനിൽ പോകുമ്പം റേറ്റ് കിട്ടിയില്ല. അപ്പോൾ കോമ്പറ്റീഷൻ ഇല്ലാതെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞില്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ വെച്ചാൽ ഇന്ന് പണ്ടായിരുന്നു ഈ ജോബിന് കോൺട്രാക്ടേഴ്സും കമ്പനിയൊന്നും ഇല്ലായിരുന്നു. 1-2 പാർട്ടി, ന്യൂക്കം, ഈ ലോയിഡ്സ് ഇൻസുലേഷൻ, ഇവർ മാത്രമേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഇത് ഈ പണി ചെയ്ത് ഇച്ചിരി പഠിച്ചവരെല്ലാം അക്ഷരാഭ്യാസം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇന്ന സാധനത്തിൻ്റെ പേര് ഹിന്ദിയിൽ പറഞ്ഞ് കൊണ്ടിട്ട് പണി ചെയ്ത് അവർ റേറ്റ് കുറച്ചു തുടങ്ങി. വലിയ ഇതായി. അപ്പോൾ തന്നെ നമുക്ക് നമ്മളെ റേറ്റ്സ് കിട്ടുന്നില്ല. അപ്പം നമുക്ക് ക്വാളിറ്റി ജോബ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം പറ്റുന്നില്ല. അപ്പോൾ ഈ ക്വാളിറ്റി ജോബിന് വേണ്ടി മാത്രമാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി പിടിച്ചത്, മൾട്ടിനാഷണൽ. അപ്പം അവർ അവിടെ കോമ്പറ്റീഷൻ നോക്കൂല. അവർ ജോബ് നന്നായിരിക്കും നോക്കാം. അവർ ആദ്യം നമ്മുടെ ടെസ്റ്റ് ജോബ് തരും. അത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ദർ ഇസ് നോ പ്രോബ്ലം. അല്ല, ഓക്കെയാണ്, പിന്നെ പ്രശ്നമില്ല. പിന്നെ ഈവൻ നമ്മൾ മെറ്റീരിയൽസ് കൂടി ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും മെറ്റീരിയൽ ചെക്ക് ചെയ്യുക, അതിൻ്റെ ഡെൻസിറ്റി ചെക്ക് ചെയ്യും, അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും, ഇതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി ചെക്ക് ചെയ്യും, പലതും ചെക്ക് ചെയ്യും.
ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം നമ്മൾ മാനുഫാക്ചറല്ല, മാനുഫാക്ചറിൽ നിന്നാണ് നമ്മൾ മേടിച്ചുകൊണ്ടിരുന്നത് ബോംബെയിൽ നിന്ന്. ആ ബോംബെ എന്ന് പറഞ്ഞാൽ ട്രേഡറാണ്. ആ ട്രേഡർ മാനുഫാക്ചറിൽ നിന്ന് മേടിച്ച് അയാളെ ലാഭം എടുത്തിട്ട് നമുക്ക് സപ്ലൈ ആയിരുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ലാഭം അവർക്ക് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് വേണം നമ്മളെ ലാഭം എടുക്കണം, ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണം, മറ്റ് ചിലവുകൾ നോക്കണം, ഗവൺമെൻറ് അംഗീകരിച്ചുള്ള എല്ലാ ടാക്സും കൊടുക്കണം. ഇൻകം ടാക്സ്, സർവീസ് ടാക്സ്, പിന്നെ വാറ്റ്, പിന്നെ CST. അത് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തെല്ലാം ചോദിക്കുന്നു മൊത്തവും കൊടുക്കണം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് മിനിമം വേജസ്. ഈ മിനിമം വേജസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞാൽ ആ വേജസിന് ജോലി ചെയ്യാൻ ഒരു കുട്ടികളെയും കിട്ടില്ല. കുറഞ്ഞ അവർ ഉദ്ദേശിക്കുന്നതിന് ഡബിൾ കൊടുത്താലും ബുദ്ധിമുട്ടാണ് ആളെ കിട്ടാൻ. പണി പഠിച്ചാൽ ആവശ്യമുള്ള കാശ് കൊടുത്ത് ഫോറിൻ കൺട്രീസിൽ പോവുക, ഇഷ്ടകാലം വിളിക്കാണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ഒരു സപ്പോർട്ടും ഇല്ല, പറയൽ മാത്രമേ ഉള്ളൂ. പറയും, ഒരു ഗുണമില്ല. നമ്മളെല്ലാം അങ്ങോട്ട് കറക്റ്റ് ടൈം ആകുമ്പോൾ പേപ്പറിൽ ഡിക്ലെയർ ചെയ്യും, അല്ലെങ്കിൽ ടെലിവിഷനിൽ വരും, ടാക്സ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്, അടച്ചില്ലേ പിറ്റേ പെനാൽറ്റിയുടെ ലെറ്റർ. തീർച്ചയായിട്ടും ഞാൻ സിനിമ കാണാറുണ്ടെന്ന് വെച്ചാൽ എത്ര സിനിമയുടെ അത്രയും TV കണ്ടിരിക്കും. TV നല്ല പടം വന്നില്ലെങ്കിൽ കാസറ്റെങ്കിലും എടുത്തുകൊണ്ട് കാണാം. തിയേറ്ററിൽ പോക്ക് കോൺട്രാക്ട് കൊടുക്കാം, കാരണം വീട്ടിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാം. എനിക്ക് പാട്ടും സിനിമയൊക്കെ വലിയ ഇഷ്ടമാണ്. മോളും അതുപോലെയാണ്, അവർക്ക് സീരിയലാണ് കൂടുതൽ ഇഷ്ടം. ഈ ഫിലിം ഇടുമ്പോൾ ഇവർക്ക് ഈ 2.5 മണിക്കൂർ കൊണ്ട് തീരുന്ന സാധനം അത്ര ഇഷ്ടപ്പെടില്ല അവർക്ക്. അല്ല, അരമണിക്കൂർ എടുക്കാൻ 3-4 വർഷം കഴിയും ആ സീരിയൽ തീരുമ്പോൾ. അടുത്ത ഭാവി, അതായത് ഫ്യൂച്ചർ എന്താ ചെയ്യുന്നത്? ഫ്യൂച്ചർ ചെയ്യുന്നത് എൻ്റെ 2 മക്കളെ നല്ല സുന്ദരമായിട്ട് കല്യാണം കഴിച്ച് അയപ്പിക്കണം, അവർ സുഖമായിട്ടിരിക്കണം. പിന്നെ വയസ്സാം കാലത്ത് എനിക്കും കിളവയ്ക്കും ആഹാരം കഴിക്കാനുള്ള വസ്തു കടം വാങ്ങിക്കാതെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചേട്ടൻ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ എക്സ്പീരിയൻസ് വെച്ചിട്ട് പുതിയ തലമുറയ്ക്ക് വേണ്ടി ചേട്ടൻ എന്താ ചെയ്യാം? പുതിയ തലമുറയ്ക്ക് വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പെട്ടെന്നുള്ള ഈസി മണി മേക്കിംഗ് ആണ്, മനസ്സിലല്ലേ? അപ്പോൾ ആ രംഗത്തേക്ക് കടക്കുമ്പോൾ വല്ല ഫാക്ടറികളോ അല്ലെങ്കിൽ ട്രേഡിങ് ബിസിനസ്സോ ആണ് ഏറ്റവും ബെസ്റ്റ് പൈസ ഉണ്ടാക്കാൻ. അല്ല, ലേറ്റായിട്ട് പൈസ വേണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വല്ല വർക്ക്ഷോപ്പുകളോ ചെറിയ ചെറിയ വർക്ക്ഷോപ്പ് ഫാക്ടറികളോ ഇട്ട് അവിടെ മാനുഫാക്ചർ ചെയ്ത് പിന്നെ അതിനെ മാർക്കറ്റിങ് ചെയ്താൽ കുറേ സമയം എടുക്കും. അവർക്ക് വേണ്ടി ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ട്രേഡിങ്. ചേട്ടനോട് വന്നിട്ട് 35 വർഷമായി. 35 വർഷത്തിനിടയ്ക്ക് ഇതേപോലെ ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ടോ? ഇന്റർവ്യൂ നടന്നിട്ടില്ല. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ കഷ്ടപ്പെട്ടാണ് ഈ കാണുന്ന സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടായത്. ഇത്രയും സമ്പാദ്യങ്ങൾ ഉണ്ടായാൽ പോലും അതിൻ്റെ യാതൊരു ഭാവവും കാണിക്കാതെ വളരെ സോഫ്റ്റായിട്ടിരുന്ന ചേട്ടന് എന്നും ദൈവത്തെ അനുഗ്രഹം ഉണ്ടാകട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള ചോദ്യം: ലോകത്ത് ഏറ്റവും കൂടുതൽ സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഒരു പ്രാവശ്യമുള്ള ചോദ്യം: ലോകത്ത് ഏറ്റവും കൂടുതൽ സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.